കേരളത്തിൽ മൂന്നാം തവണ ഭരണത്തിനായി ശ്രമിച്ച CPM-ന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് CPM-ന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ CPM-ഉണ്ടായ തിരിച്ചടിയുടെ പ്രധാന കാരണം ഒന്ന് പിണറായി വിജയനാണ്, രണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയ നേതൃവൃന്ദമാണ്. കാരണം പിണറായി വിജയനോട് ഒന്നാം ഘട്ടത്തിൽ തന്നെ ആളുകൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ വ്യക്തി കേന്ദ്രീകൃതമായൊരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. എല്ലാവരോടും ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇന്ന് അദ്ദേഹം പെരുമാറിയിരുന്നത്. പക്ഷേ പിന്നീട് നടന്ന കോവിഡിനെ തുടർന്ന് ഉണ്ടായ കോവിഡ് മാനേജ്മെൻറ്റിനകത്ത് കാര്യമായ രീതിയിൽ പ്രചരണം നടത്തി പിണറായി വിജയൻ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. അദ്ദേഹം കിറ്റുകളൊക്കെ കൊടുത്തു. ഈ കിറ്റിനെ എതിർക്കുകയാണ് സത്യത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ചെയ്തത്. ഇതും CPM-ന് അനുകൂലമായി വരികയായിരുന്നു ചെയ്തിരുന്നത്. അതിനർത്ഥം 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന് തുടർ ഭരണം ലഭിച്ചിരുന്നെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ പിണറായി വിജയനോടുള്ള അതൃപ്തി പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CPM-ന് ഉണ്ടായിരിക്കുന്ന തിരിച്ചടി അത് ഒരു കാരണവശാലും അത് UDF-നുള്ളൊരു അംഗീകാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് CPM-ന്റെ അണികൾ കാലാകാലങ്ങളായിട്ട് പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന, പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, പാർട്ടിയെ സർവാത്മന പിന്തുണച്ചിരുന്ന, പാർട്ടിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്ന ആയിരക്കണക്കിന് പാർട്ടിക്കാർ, ആ പാർട്ടിക്കാർ CPM-നെതിരായിട്ട് വോട്ട് ചെയ്യുകയായിരുന്നു. അവരുടെ ലക്ഷ്യം UDF-നെ ജയിപ്പിക്കലായിരുന്നില്ല, മറിച്ച് സ്വന്തം പാർട്ടിയെ രക്ഷിക്കാൻ, ആ പാർട്ടിയെ രക്ഷിക്കാൻ ഇത്തവണ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ മാത്രമേ ആ പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ളതായിരുന്നു പാർട്ടിക്കാർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്. പക്ഷെ ഒരിക്കലും അത് പുറത്തത്ര പ്രകടമായിരുന്നില്ല. നമുക്കറിയാം, പാർട്ടി നേതൃത്വത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് രണ്ട് പേരാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും, തളിപ്പറമ്പിൽ TK ഗോവിന്ദനും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും മത്സരരംഗത്ത് വന്നത്. അതേപോലെ തന്നെ അമ്പലപ്പുഴയിൽ മുൻ മന്ത്രി G സുധാകരനും രംഗത്ത് വന്നു. ഈ രണ്ടു പേർക്കും, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും ആദ്യമൊന്നും ഇത്ര തന്നെ പിന്തുണ കിട്ടുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ അവർ പോരാടിയത്, പാർട്ടിക്കാർ കരുതുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. പാർട്ടി ഏതൊരു കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊണ്ടത്, ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. പക്ഷേ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അവർക്കത് സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് റിബലാവേണ്ടി വന്നു, സ്വതന്ത്രമായി മത്സരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം CPM-ന് വേണ്ടി പോരാടുന്ന, അല്ലെങ്കിൽ CPM-ന് വേണ്ടി നിലപാടെടുക്കുന്ന, CPM-ന് വേണ്ടി വോട്ട് ചെയ്യുന്ന, CPM-നെ വേണ്ടി പിന്തുണയ്ക്കുന്ന ആ ആളുകളൊക്കെ തന്നെ CPM-നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തവണ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്. ഏതാണ്ട് 19 ലക്ഷം പേരാണ് 19 ലക്ഷം പേരാണ് പാർട്ടിക്ക് നേരത്തെ ചെയ്തിരുന്ന ആളുകളുടെ ആ വോട്ടുകളാണ് CPM-ന് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇത് പിണറായി വിജയനുള്ളൊരു രോഷപ്രകടനമാണെങ്കിൽ പോലും ഇതിൻ്റെ ഉത്തരവാദി പിണറായി വിജയൻ മാത്രമായിരുന്നില്ല. കാരണം CPM അതിശക്തമായ സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു പൊളിറ്റ് ബ്യൂറോ ഉണ്ട്. അതേപോലെ തന്നെ ആ പാർട്ടിക്ക് ഒരു കേന്ദ്ര കമ്മിറ്റിയുണ്ട്, ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന കമ്മിറ്റിയുണ്ട്, ആ പാർട്ടിക്ക് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോൾ തനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നഷ്ടമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് വിദ്വേഷമോ അല്ലെങ്കിൽ ദേഷ്യമോ അകൽച്ചയോ ഉണ്ടാവുമെന്ന് ഭയന്നുകൊണ്ട് സത്യം വിളിച്ചു പറയാൻ ഈ കമ്മിറ്റിയിലെ ഒരു ആൺകുട്ടി പോലും തയ്യാറായില്ല എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം. അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയൊരു തിരിച്ചടി CPM-ന് ഉണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, പയ്യന്നൂരിൽ മധുസൂദനെ പോലുള്ള MLA, ആ MLA ലക്ഷക്കണക്കിന് രൂപ വെട്ടിച്ചു എന്ന കാര്യം കണക്കുകൾ സഹിതമാണ് കുഞ്ഞികൃഷ്ണൻ പുറത്തു പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പുറത്തു പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പക്ഷേ ഈ കാര്യം കുഞ്ഞികൃഷ്ണൻ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും പറഞ്ഞുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് ഈ കമ്മിറ്റികളിൽപ്പെട്ട ആളുകൾക്ക് ഇതൊരു സത്യാവസ്ഥയാണെന്ന് അറിയാമെങ്കിൽ പോലും അവരെന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ നിന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ മധുസൂദനെ കുറ്റപ്പെടുത്തിയില്ല, പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയില്ല? അപ്പം അന്ന് അതിന് കൂട്ടുനിന്ന ആളുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയുന്ന ആളുകളെ തള്ളിപ്പറയാൻ കഴിയില്ല. ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും സംഭവിച്ചത്. പിണറായി വിജയൻ സർക്കാരിന് ശേഷം വന്ന മന്ത്രിസഭയിൽ എല്ലാ മന്ത്രിമാരെയും മാറ്റി. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിനെന്താണ്, അതിൻ്റെ യുക്തി എന്താണ്?
ഇപ്പോൾ ഒരു മന്ത്രിസഭയിലുള്ള കുറച്ച് ആളുകളെ മാറ്റാം, എല്ലാ ആളുകളെയും എന്തുകൊണ്ട് മാറ്റണം? അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷികൾ മാറ്റിയോ? ഘടകകക്ഷികളൊന്നും മാറ്റിയില്ല. അപ്പം പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് പിറകിലുള്ള യുക്തി എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആർക്കും മറുപടി പറയാൻ കഴിയില്ല. അപ്പം കുറേ ആളുകളെ മാറ്റണം, കുറേ ആളുകളെ കൊണ്ടുവരണം. അപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭ തികച്ചും ഇമ്മച്ചുറായിട്ടുള്ള പരിചയസമ്പന്നരല്ലാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞു. അതാണ് സംഭവിച്ചത്. നമുക്കറിയാം, കോവിഡ് റാണി എന്ന് പറഞ്ഞുകൊണ്ട് കെ ശൈലജയെ പുകഴ്ത്തിക്കൊണ്ട് നടന്നത് ആരാണ്? CPM നേതാക്കൾ തന്നെയാണ്, അല്ലെങ്കിൽ CPM-ന്റെ മാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ CPM നിയന്ത്രിക്കുന്ന നവമാധ്യമങ്ങളാണ്. പക്ഷേ അതേ കോവിഡ് റാണിക്ക് അടുത്ത മന്ത്രിസഭയിൽ അംഗത്വം കൊടുത്തില്ല. ഇപ്പം തന്നെ അവർ ജയിക്കുമായിരുന്ന ശക്തമായ സീറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നല്ല ഭൂരിപക്ഷമുള്ള സീറ്റിൽ നിന്ന് മാറിയിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് അവർക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടിക്രമമാണ് CPM ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ CPM ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ചെറിയ സംഘമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ല. ആ പാർട്ടിക്ക് കേന്ദ്രീകൃതമായ ജനാധിപത്യമുണ്ട്. പക്ഷേ അതൊന്നും ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, ജനാധിപത്യ കേന്ദ്രീകരണമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള തത്വങ്ങളും പ്രിൻസിപ്പുകളും ഒക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കുറേ ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ചുകൊണ്ട് CPM-നെ കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. ഇപ്പം കുറച്ച് കാലമായിട്ട് പാർട്ടിയിൽ വന്നിരുന്ന കുറേ ആളുകളാണ് എല്ലാ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. ഒരു അധികാര വൃന്ദം, ആ അധികാര വൃന്ദമാണ് നിയന്ത്രിച്ചിരുന്നത്. ആ പാർട്ടിയിലുള്ള ആളുകൾക്കാണ് സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു പാർട്ടിയിലെ ഒരു ബ്രാഞ്ചിലെ, തിരുവനന്തപുരത്ത് ബ്രാഞ്ചിലെ 14 അംഗങ്ങളിൽ 8 പേർക്കും CPM പിൻവാതിലൂടെ നിയമനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് സാധാരണ അനുഭാവികൾ കാണില്ലേ? അപ്പം CPM-ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള പല വ്യാപാരങ്ങൾ നടത്തുന്നു, വസ്തുതർക്കങ്ങളിൽ ഇടപെടുന്നു, പാർട്ടിയുടെ ആളെന്ന നിലയിലാണ് ഇടപെടുന്നത്, അപ്പുറത്തും ഇപ്പുറത്തും പണം വാങ്ങുന്നു, കമ്മീഷൻ വാങ്ങുന്നു, പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളിൽ എവിടെയൊക്കെ എത്തിയിരിക്കുന്നു അവിടെയൊക്കെ കമ്മീഷൻ വാങ്ങുന്നു, സഹകരണ സ്ഥാപനങ്ങളിൽ കൊള്ള നടക്കുന്നു, ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയ സമയത്ത് ആത്മാർത്ഥമായിട്ടുള്ള പാർട്ടി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ശരിക്കും കൈകാര്യം ചെയ്ത് വിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിണറായി എന്ന് പറയുന്ന സ്ഥലം CPM-ന്റെ ഏറ്റവും ശക്തിയുള്ള സ്ഥലമാണ്. കാരണം പിണറായി കിടത്ത പാറപ്പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ പിണറായിയിൽ ഏതെങ്കിലും ഒരാൾ ഉയർന്നു വന്നാൽ, മറ്റ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നാൽ അയാളെ അവർ ശരിയാക്കും. ഒരു BJP-കാരനെ ബസ്സിൽ വെച്ച് കൊന്നു, അയാളുടെ മകനെ കുറേ വർഷങ്ങൾക്ക് ശേഷം കൊന്നു. കാരണം അവർ BJP ആയി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ സ്ഥലത്തേക്ക് പ്രചരണത്തിന് പോകാൻ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും തയ്യാറായിരുന്നില്ല. അങ്ങനെ CPM-ന്റെ പാർട്ടി ഗ്രാമമാണ് പിണറായി എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത്തവണ ഒരു കോൺഗ്രസിൻ്റെ നേതാവും പ്രചരണത്തിൽ പോവാതിരുന്നിട്ടും UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായിയിൽ മുന്നേറിയത്. പിണറായി വിജയൻ്റെ സ്വന്തം ഗ്രാമത്തിൽ പിണറായി വിജയന് വോട്ട് കിട്ടില്ല. അത്രയും വിരോധം ജനങ്ങൾക്ക്, ദേഷ്യം പിണറായി വിജയനോടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, കുറേ വർഷം മുമ്പ് തുടങ്ങിയാണ്. പക്ഷേ കോവിഡ് കാലത്ത് അതങ്ങ് തണുത്തുപോയി എന്ന് മാത്രം. പക്ഷേ വീണ്ടും വീണ്ടും പിണറായി വിജയൻ്റെ ചെയ്തികൾ, കാരണം വ്യക്തി കേന്ദ്രീകൃതമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. ഇത് CPM-ന്റെ ഒരു പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. അപ്പോൾ CPM-ന്റെ ആളുകൾക്ക് അത് ഒരു പക്ഷേ മനസ്സിലാവില്ല, പക്ഷെ പൊതുജനങ്ങൾക്കത് മനസ്സിലാവും. കാരണം CPM കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിന് കോൺഗ്രസിനകത്ത് നുഴഞ്ഞു കയറിയിട്ടാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് അവർ കയറിയത്. അവർ കയറിയ സ്ഥലത്തൊക്കെ തന്നെ മറ്റു പാർട്ടിക്കാരെ അവർ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല. പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയായിരുന്നു CPM ചെയ്തിരുന്നത്. അങ്ങനെയുള്ളൊരു പ്രവർത്തന ശൈലിയാണ് CPM അനുവർത്തിച്ചത്. കേരളത്തിലെ എല്ലാ സാമൂഹ്യ മേഖലകളിലും അവർ കടന്നു കയറി. ഇപ്പോൾ സർക്കാർ മേഖലയിൽ സർക്കാർ ജീവനക്കാരെ അവർ നിയന്ത്രിക്കുന്ന എങ്ങനെയാണ്? ട്രാൻസ്ഫർ അവർ നടത്തും. ആ പാർട്ടി പ്രൊമോഷൻ കൊടുക്കുന്നത് പാർട്ടിയാണ്, ട്രാൻസ്ഫർ ചെയ്യിക്കുന്നത് പാർട്ടിയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിലൊക്കെ തന്നെ CPM-കാരായ ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ദേശാഭിമാനി പ്രചരണത്തിന് CPM-കാർ പോകുന്നു, പാർട്ടി പ്രവർത്തനത്തിന് ഈ സർക്കാർ ജീവനക്കാർ പോകുന്നു. അങ്ങനെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് വരിസംഖ്യ എടുപ്പിച്ചും അവരെ കൊണ്ട് ഫണ്ട് പിരിപ്പിച്ചും, അത് സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ, എല്ലാ മേഖലയിലും, സമൂഹത്തിന് എല്ലാ മേഖലയിലും അമിതമായ പാർട്ടി സ്വാധീനം, അതാണ് CPM ചെയ്തിരുന്നത്. അതിനൊക്കെയുള്ളൊരു തിരിച്ചടിയാണ്. അതേസമയത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും CPM ഭരണത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിലൊരു പെൻഡുലം പൊളിറ്റിക്സ് ആണുള്ളത്. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കുന്നു, കോൺഗ്രസ് ഭരിച്ചാൽ ഇടതുപക്ഷം ജയിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു പെൻഡുലം പൊളിറ്റിക്സിന് 1977-ലും 2016-ലും മാത്രമാണ് ഒരു അപവാദമുണ്ടായിരുന്നത്. ഇപ്പം UDF-നെ ആളുകൾ ജയിപ്പിച്ചത് CPM-നുള്ള പ്രവർത്തന ശൈലിയോടുള്ള വിരോധമുണ്ടാകും. ഇപ്പോൾ ആശാ സമരം നടന്നു, ആശാ വർക്കേഴ്സിൻ്റെ. ഒന്നും അവരോട് സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. അവരെ തള്ളിപ്പറയാണ് ചെയ്തത്. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഒന്നും കൊടുത്തില്ല. കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബി വഴിയും അല്ലാതെയൊക്കെ തന്നെ ഇവർ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചത്. കിഫ്ബി എന്ന് പറയുന്നത് പശ്ചാത്തല വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു സംവിധാനമാണ്. അത് തന്നെ വായ്പ വാങ്ങുന്നത്
മറ്റ് വായ്പ കിട്ടുന്ന സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വായ്പയ്ക്കാണ് കിഫ്ബി വായ്പ വാങ്ങുന്നത്. ഇതൊക്കെ തന്നെ സർക്കാർ ഖജനാവിന് നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് CPM കൊണ്ടുപോയത്. അതേപോലെ തന്നെ തൊഴിലില്ലായ്മ കേരളത്തിൽ വർദ്ധിക്കുന്നു. എത്ര വ്യവസായമാണ് തുടങ്ങിയത്? ഒരു വ്യവസായം തുടങ്ങിയിട്ടില്ല. വ്യവസായം തുടങ്ങാൻ അന്തരീക്ഷം കേരളത്തിലില്ല. കേരളത്തിലെ ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് പോവുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ, കാരണം കേരളത്തിന് ആയിരക്കണക്കിന് കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞെടുക്കുകയാണ്. കാരണം മറ്റെല്ലാവരും വിദ്യാർത്ഥികളൊക്കെ തന്നെ പുറത്തേക്ക് പോവുകയാണ് പഠിക്കാൻ വേണ്ടി. അങ്ങനെ സർവകലാശാലകളിലാണെങ്കിൽ കുത്തഴിഞ്ഞ് കിടക്കുന്നു. CPMന്റെ ഭരണമാണ് സർവകലാശാലകളിൽ കുറച്ചു കാലം മുമ്പ് വരെ നടന്നു വരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള ആൾക്ക് അപ്പോയിൻമെന്റ് കൊടുക്കും. അങ്ങനെ മൊത്തം പിൻവാതിൽ നിയമനം. കേരളത്തെ സാമ്പത്തികമായിട്ട് CPM ഇല്ലാതാക്കി. കേരളത്തിലെ ഓരോ കുഞ്ഞും ലക്ഷക്കണക്കിന് രൂപ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. ഈ കടങ്ങളൊക്കെ എല്ലാ സർക്കാരും വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ കടങ്ങളൊന്നും തന്നെ ഉൽപ്പാദനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ചെലവഴിക്കുന്നത്. കടം വാങ്ങിയിട്ട് ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം നവകേരള യാത്ര, അങ്ങനെയുള്ള എന്തൊക്കെ പരിപാടികളാണ് നടത്തിയത്. ഇതൊക്കെ തന്നെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ PR വർക്ക് നടത്തിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ പ്രക്രിയക്കേറ്റ ഒരു തിരിച്ചടിയാണ് ഈ CPMന്റെ നവനേതൃത്വത്തിൻ്റെ ഏറ്റ തിരിച്ചടിയാണ്. നേരത്തെ എന്തിനാണ് CPM ഇങ്ങനെ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരുന്ന പാർട്ടിയാണ് രാഷ്ട്രീയ എതിരാളികളോട് തന്നെ. കണ്ണൂർ ജില്ലയിലൊക്കെ നിരവധി പേരെയാണ് അവർ കൊല ചെയ്തത്. ഇനി തങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ പാർട്ടിക്കെതിരെ നീങ്ങിയാൽ അവരെ ശരിയാക്കും. MP രാഘവൻ CPMലെ എല്ലാ ഗുണ്ടായുസത്തിനും നേതൃത്വം കൊടുത്ത ഏറ്റവും കരുത്തനായ, പിണറായി വിജയനൊക്കെ നേതാവായിരുന്നു. MP രാഘവനെ നിയമസഭയിൽ വെച്ച് തന്നെ കൈകാര്യം ചെയ്യാൻ CPM തയ്യാറായി. അതേപോലെ തന്നെ TP ചന്ദ്രശേഖരൻ, പാർട്ടി ഏറ്റവും പ്രമുഖനായ യുവജന നേതാവായിരുന്നു. DYFIയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തെ 51 വെട്ടി കൊല ചെയ്യുകയാണ് ചെയ്തത്. VS അച്യുതാനന്ദൻ എന്താണ് കാണിച്ചത്? VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുകയാണ് ചെയ്തത്. അവസാനം പാർട്ടി പ്രവർത്തകർ പരസ്യമായിട്ട് എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട്, പാർട്ടി അച്ചടക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ പരസ്യമായിട്ട് തിരുവനന്തപുരത്തൊക്കെ പ്രകടനം നടത്തിയതോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിലെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കാതിരുന്ന സീറ്റ് അവസാനം ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അച്യുതാനന്ദൻ മത്സരിക്കാൻ കൊടുക്കേണ്ടി വന്നത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുന്നത്. അച്യുതാനന്ദന് വീണ്ടും തുടർഭരണം കിട്ടുമായിരുന്നു. ആ തുടർഭരണം 2011 തുടർഭരണം കിട്ടുമായിരുന്നു. അച്യുതാനന്ദന്റെ തുടർഭരണം തടഞ്ഞത് CPMന്റെ അകത്തെ ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്തു? പല സീറ്റുകളും തോപ്പിച്ചു. അങ്ങനെ കേവലം 72 സീറ്റ് മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത്. 68 സീറ്റ് വരെ അച്യുതാനന്ദന്റെ LDFന് കിട്ടി. അപ്പോൾ 2-3 സീറ്റ് ഉണ്ടെങ്കിൽ അച്യുതാനന്ദന് തുടർഭരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള പിന്നീട് 2016 തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദനെ മുൻനിർത്തി അച്യുതാനന്ദനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇതൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇനി CPMനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അത്രമാത്രം ആളുകൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ CPMന് യാതൊരു റെലവൻസ് ഇല്ല, ഒരു പ്രസക്തിയില്ല. എവിടെയാണുള്ളത് CPM ഉണ്ടായിരുന്നത്? കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ഇങ്ങനെ തകർന്നു വീഴുന്ന സമയത്ത്, യൂഗോസ്ലാവിയ, ചെക്കോസ്ലാവാക്യ, ബെൽജിയം, എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തകർന്നു വീഴുന്ന സമയത്ത്, കിഴക്കൻ ജർമ്മനിയെയും പശ്ചിമ ജർമ്മനിയൊക്കെ വേർതിരിച്ചിരുന്ന ബെർലിൻ മതിലുകൾ തകർന്നു വീഴുന്ന സമയത്ത് അന്നും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നിരുന്നു. എന്തുകൊണ്ടാണ്? അത് കേരളത്തിൽ അവർക്ക് സഹകരണ പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടായിരുന്നു, പഞ്ചായത്തുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നു, അധികാര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവർക്ക് ബംഗാളിൽ ഭരണകൂടമുണ്ടായിരുന്നു, ത്രിപുരയിൽ ഭരണകൂടമുണ്ടായിരുന്നു, കേരളത്തിൽ ഭരണകൂടമുണ്ടായിരുന്നു. അവസാനം വർഷങ്ങൾ നീണ്ടുന്ന 77 മുതൽ 2011 വരെ CPM ഭരിച്ച ബംഗാളിൽ അവരെ ജനം തൂത്തെറിഞ്ഞു, ജനം ഓടിച്ചു. അവരെ മമതയെ മുഖ്യമന്ത്രിയാക്കി. ത്രിപുരയിൽ ജനം ഓടിച്ചു. ഇപ്പോഴിതാ കേരളത്തിലും CPMനെ ജനം ഓടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 1977 2001 CPMന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നും പയ്യന്നൂരിലൊക്കെ 50,000 40,000 വോട്ടിനാണ് CPM ജയിച്ചിരുന്നത്. CPM തോറ്റിരുന്നത് മറ്റ് മണ്ഡലങ്ങളാണ്. CPMന്റെ ഏറ്റവും കോട്ട കൊത്തളങ്ങളിലൊക്കെ തന്നെ അവർക്ക് അന്നും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ചിലപ്പം ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അപ്പോഴും 30,000 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 49,000 വോട്ടിനാണ് പയ്യന്നൂരിലെ മധുസൂദനൻ CPMന്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. ഇന്ന് അദ്ദേഹം അവിടെ തോറ്റിരിക്കുന്നു. അപ്പം അത്രമാത്രം ജനം CPMനെതിരായിരിക്കുകയാണ്. ഈ CPMനെതിരെയുള്ള നീക്കത്തിന്, അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിനെതിരെയുള്ള നീക്കത്തിന് മുന്നിട്ടിറങ്ങിയത് പാർട്ടിക്കാർ തന്നെയാണ്, പാർട്ടി വോട്ടർമാരാണ്. അപ്പോൾ ഇനി CPMന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇനിയെങ്കിലും ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ CPMന് ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ അതിന് പറ്റിയ നേതൃത്വമാണ്. ഇപ്പോഴുള്ള നേതൃത്വം മുഴുവൻ ഇതിൽ ഉത്തരവാദിയാണ്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പോളിറ്റ് ബ്യൂറോയിലൊക്കെ ഉള്ള ആളുകൾ, ഈ ആളുകൾക്ക് വേണമെങ്കിൽ പിണറായിയുടെ പ്രവർത്തന ശൈലിയെ, കാരണം ഈ പാർട്ടി പ്രവർത്തകരാണ് ഈ പ്രവർത്തന ശൈലിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ആ പാർട്ടി പ്രവർത്തകർ തള്ളിപ്പറഞ്ഞ പ്രവർത്തന ശൈലിയെ ചോദ്യം ചെയ്യാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും ഒരു നേതാവിന് പോലും ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം പിണറായിക്ക്
തിരുവായിക്ക് എതിർവായില്ല എന്ന് പറയുകയാണ് ചെയ്തത്. പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് തിരുവാതിര നടത്തി. ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ അത്? തിരുവാതിര നടത്തുകയാണ്. പിണറായി ഉള്ളത് കൊണ്ട് നാട് നന്നായി പോകുന്നു, പാർട്ടി നന്നായി പോകുന്നു, പാർട്ടിയുടെ സന്ദേശം മുഴുവൻ ലോകത്തിലെത്തിക്കുന്നു. അന്ന് പിണറായി വിജയനെങ്കിൽ അതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു. ഇത് വ്യക്തിപൂജയാണ്, പാടില്ല. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞു അതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപൂജ അധിഷ്ഠിതമായ ശൈലിയാണ് നടത്തിയത്. ആരെങ്കിലും പിണറായിക്കെതിരെ പ്രകടനം നടത്തിയാൽ അവരെ പൂച്ചട്ടി കൊണ്ട് അടിക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു. ഇതിനൊന്നും ഒരു പാർട്ടിക്കാരനും ചോദ്യം ചെയ്തില്ല. ഏതെങ്കിലും ഒരാൾക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. ഒരു സസ്പെൻഷൻ വന്നോട്ടെ, എന്നാൽ പോലും ഞാൻ തെറ്റിനെ ചോദ്യം ചെയ്യും. ഈ പാർട്ടി രക്ഷിക്കാനാണെന്ന് ഉണ്ടെങ്കിൽ അന്ന് ഈ നടപടി നിൽക്കുമായിരുന്നു. ഈ പോളിറ്റ് ബ്യൂറോയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും സംസ്ഥാന സെക്രട്ടറിയിലെ ഒരാൾ പോലും ഇതിനെ ചോദ്യം ചെയ്തില്ല. അവരൊക്കെ ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഉത്തരവാദികളാണ്. ഇവരല്ലാത്തൊരു പുതിയ നേതൃത്വം വന്നാൽ മാത്രമേ CPM എന്തെങ്കിലും രക്ഷ നേടാൻ പറ്റൂ. ഇപ്പോഴത്തെ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് CPM എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും പ്രവർത്തകർ പറയുന്നത് കണ്ണൂരിൽ നിന്ന് P ജയരാജൻ മുന്നോട്ട് വരികയാണെങ്കിൽ അല്പമൊക്കെ CPM മുന്നോട്ട് നയിക്കാൻ പറ്റുമെന്നാണ്. ഏതായാലും CPM എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും.